ഈ സൂപ്പർ ഹീറോ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? മനുഷ്യനില്ലാത്ത കഴിവുകളുള്ള കുറേ വേറെ എന്താ പറയുന്നത് പല ഗ്രഹങ്ങളിൽ നിന്ന് വന്നവരും, അല്ലെങ്കിൽ മനുഷ്യന് പല രീതിയിലുള്ള ശക്തികൾ കിട്ടുക ഇടിമിന്നലിലൂടെയും അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ കോമ്പൗണ്ടിലൂടെയും മനുഷ്യന് ശക്തി കിട്ടുക. ആ മനുഷ്യൻ എല്ലാ മനുഷ്യനെയും സഹായിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വളരുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണുന്നൊരു കഥയാണ്. എല്ലാത്തിൻ്റെയും ടിപ്പിലേക്കായിട്ടുള്ള കഥകളിലൊന്നാണത്. പക്ഷേ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സീരീസ് ഉണ്ട്, ബോയ്സ്. ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സീരീസ് ആയിരുന്നു ബോയ്സ് എന്ന് പറഞ്ഞ സീസൺ 5. അതിലൊരു കഥാപാത്രമുണ്ട്, അതായത് മെയിൻ ക്യാരക്ടർ അയാൾ തന്നെയാണ്, ഹോം ലാൻഡർ എന്ന് പറയുന്നത്. അതായത് സൂപ്പർമാനെ കോപ്പി അടിച്ച് ഉണ്ടാക്കിയൊരു കഥാപാത്രമാണ്. നമ്മുടെ സൂപ്പർമാൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സൂപ്പർ ഹീറോയുടെ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഹീറോ ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കോപ്പി അടിച്ച് ഒരുപാട് സൂപ്പർ ഹീറോ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതായത് ബേസിക് പവറിനെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേഷൻ വെച്ചിട്ട് കുറേ സിനിമകൾ അല്ലെങ്കിൽ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഹോം ലാൻഡർ. പിന്നെ ഒമിനി മാൻ, ഇൻവിസിബിളുള്ള ഒമിനി മാൻ, അതുപോലെ തന്നെ സെൻട്രി, മാർവലിലെ സെൻട്രി, ഹൈപ്പീരിയൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹോം ലാൻഡറിനെ ഇതിനകത്ത് നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോം ലാൻഡർ എന്ന് പറഞ്ഞ കഥാപാത്രം സൂപ്പർമാൻ്റെ എല്ലാ കഥകളും എല്ലാ പവറുകളുണ്ട്. സൂപ്പർ ഹീറോ സ്പീഡുണ്ട്, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റേ വിഷൻ ഉണ്ട് അല്ലേ, ഒരുപാട് ലേസർ വിഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് കഴിവുകൾ എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. ഫ്ലൈറ്റിംഗ് പവറുണ്ട്, ഫാസ്റ്റാണ്, സൂപ്പർ ഫാസ്റ്റാണ് അദ്ദേഹം. പക്ഷേ സൂപ്പർമാൻ എന്ന് പറയുന്ന ആൾ ഹീറോയും ഹോംലാൻഡർ വില്ലനുമാണ്. അതായത് നെഗറ്റീവ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം. ഈ ബോയ് സീരീസിൻ്റെ തന്നെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. അതായത് ശക്തിയുള്ള എല്ലാവരും നമ്മളെ സഹായിക്കാൻ വരുന്നതായിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. സൂപ്പർ ഹീറോസ് ഉള്ള എല്ലാവരും നമ്മളെ സഹായിക്കാൻ വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ബോയ് സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയ് സീരീസിലുള്ള എല്ലാവരും ഭൂരിഭാഗം, അതായത് ബോയ് സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂപ്പർ ഹീറോസിനെ എതിർത്ത് മനുഷ്യർ പോരാടുന്നൊരു കഥയാണ്. അതായത് ഈ വില്ലന്മാരായിട്ട് സൂപ്പർ ഹീറോസിനെ ഒരു കൂട്ടം ആൾക്കാർ, അവരെ പറയുന്ന പേരാണ് ബോയ്സ്. ഇപ്പോൾ ബുച്ചർ, കിമിക്കോ, ഫ്രഞ്ചി എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ, അവരെല്ലാം മനുഷ്യരാണ്. അവർക്ക് ബേസിക്കലി പവറുകളൊന്നുമില്ല. അവർ ചേർന്ന് ഇവരെ എതിർക്കുന്നതായിട്ടാണ്. കാരണം ഇവർ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് ഭയങ്കരമായിട്ട് ആപത്തുണ്ടാക്കുന്ന ആളാണ്. ഈ ഹോംലാൻഡർ എന്ന് പറയുന്നത് അമാനുഷിക കഴിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ എതിർക്കുക എന്നുള്ള, കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം പോലും ബുള്ളറ്റ് പ്രൂഫാണ്. അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ള അസാധ്യമാണ്. അത്ര ശക്തിയുള്ള ഒരാൾ സൈക്കോ കൂടെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം അദ്ദേഹത്തിന് എതിരെ പറയുന്ന എല്ലാവരെയും കൊല്ലുന്ന ഒരു ഒരു പക്ക സൈക്കോപാത്താണ് അദ്ദേഹം. കോമിക്സിലാണെങ്കിൽ ഭയങ്കര സൈക്കോപാത്താണ്. ഇതിനകത്ത് അദ്ദേഹത്തെ ഇത്തിരി കൂടെ മയപ്പെടുത്തിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് പോലും അദ്ദേഹം സൈക്കോപാത്താണ്. അത്രയും ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു ജൈജാൻറ്റിക് ആയിട്ട് ഒരാളെ എങ്ങനെ എതിർക്കും, എങ്ങനെ അദ്ദേഹത്തെ തോൽപ്പിക്കും എന്നുള്ളതാണ് ആ ഒരു സീരീസിൻ്റെ തന്നെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ സീരീസിൽ ഹോംലാൻഡർ തന്നെയാണ് നായകനും വില്ലനും. പക്ഷേ ഒരു എന്താ പറയുന്നത്, ഹോംലാൻഡറിനെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് ബുച്ചർ എന്ന് പറയുന്ന കഥാപാത്രമാണ് വരുന്നത്. ആ ബുച്ചർ ലാസ്റ്റ് സീസൺ 5 ഹോംലാൻഡറിനെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എപ്പോഴൊക്കെ വന്നാലും ഒരു വില്ലനെ കൊല്ലണമല്ലോ, അങ്ങനെ കൊല്ലുന്നതായിട്ട് കാണും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു സീരീസിലെ ഒരു ക്ലൈമാക്സ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹോംലാൻഡറിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്തു എന്നുള്ളതാണ് പലരുടെയും ഡൗട്ട്. കാരണം ഇത്രയും പവർഫുൾ ഒരാളായ സിമ്പിളായിട്ട് ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അതാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കോമിക്സിലൊക്കെ അവസാനം ആകുമ്പോഴേക്കും ഒരുപാട് മാറ്റമുണ്ട്. കോമിക്സിലൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് നോയർ എന്നൊക്കെ പറഞ്ഞ ആൾ ശരിക്കും ഈ നമ്മുടെ ഹോംലാൻഡറിൻ്റെ തന്നെ എന്തോ ക്ലോണാണ്. പുള്ളിയുടെയൊക്കെ സഹായം വെച്ചിട്ടൊക്കെ തന്നെയാണ് ലാസ്റ്റ് ഹോംലാൻഡർ ഡിഫീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിനെ സിമ്പിളായിട്ട് ഡിഫീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നതായിട്ട് എന്താ പറയുന്നത് സീരീസിൽ കാണിക്കുന്നുണ്ട്. പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൂപ്പർമാനെയും മറ്റേ ഹോംലാൻഡറിനെ എടുക്കുകയാണെങ്കിൽ, സൂപ്പർമാൻ ബേസിക്കലി നോക്കിൽ പോളിസി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ആരെയും കൊല്ലണം, അതായത് ക്രിമിനൽസിനെ പോലും അദ്ദേഹത്തിന് കൊല്ലണമെന്ന് ആഗ്രഹമില്ല. ബാറ്റ്മാനെ പോലെ തന്നെ ബാറ്റ്മാൻ 100% നോക്കിൽ പോളിസി ഉള്ള ആളാണ്. അതുപോലെ തന്നെ സൂപ്പർമാൻ അദ്ദേഹത്തിന് കൊല്ലണമെന്ന് ആഗ്രഹമില്ല. എല്ലാവരെയും, അതായത് ക്രിമിനൽസിനെ പോലും നിയമത്തിന് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് അദ്ദേഹത്തിന്. ആരെയും കൊന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട. പക്ഷേ ഹോംലാൻഡർ നേരെ തിരിച്ചാണ്. അദ്ദേഹത്തിന് എതിരെ പറയുന്ന നല്ലവരാണെങ്കിൽ പോലും അദ്ദേഹം കൊന്നുകളയും. പക്ഷെ അതുപോലെ തന്നെ ഹോംലാൻഡറും സൂപ്പർമാനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, സൂപ്പർമാൻ ഒരിക്കലും സൂപ്പർമാൻ്റെ പവറിനെ മാത്രം വിശ്വസിച്ചല്ല ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വിൽ പവർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പവർ ഇല്ലെങ്കിൽ അദ്ദേഹം സൂപ്പർമാനാണ്. കാരണം മനസ്സുകൊണ്ട് അദ്ദേഹം സൂപ്പർമാനാണ്. ഹോംലാൻഡർ അങ്ങനല്ല. കാരണം അത് തന്നെയാണ് നമുക്ക് ഈ ലാസ്റ്റ് ഫൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ബുച്ചറും മറ്റേ ഹോംലാൻഡറും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ കിമിക്കോടെ പുതിയ പവർ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹോംലാൻഡറിൻ്റെ ശരീരത്തിലുള്ള കോമ്പൗണ്ട് ബീനെ അവർ ഡീആക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം കിമിക്കോടെ പവർ എന്ന് വെച്ചാൽ സോൾജിയർ ബോയ്ക്ക് അങ്ങനെ ഒരു പവർ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ. റഷ്യയുടെ കുറേ എക്സ്പെരിമെൻറ്റിൽ സോൾജിയർ ബോയ്ക്ക് അങ്ങനെ ഓൾറെഡി ആ പവർ കിട്ടുന്നതായിട്ട് കാണിക്കുന്നത്. കാരണം ഈ ബോയ്സ് യൂണിവേഴ്സിലുള്ള എല്ലാവർക്കും കോമ്പൗണ്ട് ബി എന്ന് പറയുന്നൊരു കെമിക്കൽ കോമ്പൗണ്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് ഈ പവർ കിട്ടുന്നത്. ഇതിനകത്ത് ഏറ്റവും വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഹോംലാൻഡറാണ്. ഹോംലാൻഡർക്ക് അദ്ദേഹം ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ, ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ ഭ്രൂണത്തിലേക്ക് കുത്തിവെച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ പവർ വരുന്നത്. കാരണം പവറോടുകൂടി ജനിച്ചൊരു കുട്ടിയാണ് ഹോംലാൻഡറായിട്ട് കാണിക്കുന്നത്. ഒഡേസ പ്രോജക്റ്റ് എന്നാണ് അതിനെ പറയുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം വളർന്നു വരുന്നതും ഒരു എക്സ്പെരിമെൻ്റൽ ബോയ് ആയിട്ടാണ്. കാരണം അദ്ദേഹത്തിന് ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള ഗൈഡൻസോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഒരു ഷോവനിസ്റ്റായിട്ട് തന്നെയാണ് വളരുന്നത്, ഭയങ്കര സൈക്കോപാത്തായിട്ട്. അപ്പം അദ്ദേഹം വളർന്നു വരുമ്പോഴും അദ്ദേഹത്തിന് ഈ സൂപ്പർമാനും അദ്ദേഹം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ, സൂപ്പർമാൻ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം എന്താ പറയുന്നത് അല്ലാതെ തന്നെ അദ്ദേഹം ഹാൻഡ് ടു ഹാൻഡ് കോമ്പറ്റൻ്റ് ആണ്. അദ്ദേഹത്തിന്
പവർ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ അത്യാവശ്യം ഫൈറ്റ് നിൽക്കാൻ പറ്റും. പക്ഷേ ഈ ഹോംലാൻഡറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പവറിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്. ലാസ്റ്റ് ആ സീരീസിൽ പക്കായിട്ട് ക്ലൈമാക്സിൽ കണ്ടു കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. കാരണം അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് അല്ല ചെയ്യുന്നത്. ഹാൻഡ് ടു ഹാൻഡോ അദ്ദേഹം ഒരു എന്താ പറയുക എക്സ്ട്രാ ആയിട്ടുള്ളൊരു എന്താ പറയുക മെമ്മറി ഉപയോഗിച്ചിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഹീറ്റ് വിഷനാണ് എടുക്കുന്നത്, അതായത് ലേസർ വിഷനാണ് എടുക്കുന്നത്. ഓപ്പോസിറ്റിനാക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ലേസർ വിഷനും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പുള്ളിയുടെ സ്ട്രെങ്തുമാണ് യൂസ് ചെയ്യുന്നത്. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഫൈറ്റിംഗ് സ്കില്ലോ അങ്ങനെ കാര്യങ്ങളോ ഇല്ല. പുള്ളിയുടെ ശക്തിയെ മാത്രം ബേസ് ചെയ്തിട്ടാണ് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തവും. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് പെട്ടെന്ന് പവർ ഇല്ലാതായപ്പോൾ പുള്ളി സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയായി മാറിയെന്ന് പറയുന്നത്. പുള്ളിക്കൊന്നും ചെയ്യാനില്ല, കാരണം പുള്ളിക്ക് അറിയില്ല. ഇപ്പോൾ ക്യൂൻമേവ ആയാലും പോലും അതിനകത്ത് ഫൈറ്റിംഗ് ടെക്നീക്സ് ഉണ്ട് അവർക്ക് ഇപ്പം ബുച്ചറിനായാലും ഹ്യൂമൺ ബുച്ചർ എടുത്തിട്ട് ലാസ്റ്റ് സൂപ്പർ പവറൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ബുച്ചർ ബേസിക്കലി ഒരു കോമ്പറ്റൻ്റ് ആണ്. പക്ഷേ ഹോംലാൻഡർ സത്യം പറഞ്ഞാൽ സത്യമായിട്ടും വിത്തൗട്ട് പവർ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ സിമ്പിളായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നത് ബുച്ചറിന്. കാരണം അദ്ദേഹം ചെറുതാണെങ്കിലും അതായത് അദ്ദേഹം ഒരു കാര്യത്തിനും ട്രെയിൻഡോ, കാരണം താനെന്നുള്ളൊരു അമിതമായിട്ടുള്ളൊരു അഹങ്കാരം വെച്ച് പുലർത്തുന്നൊരു സൂപ്പർ ഹീറോ ആണ് ഈ ഹോംലാൻഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ശരീരത്തിൽ നിന്ന് ആ പവർ ലെസ്സായി പോകുന്നത്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ബേസിക്കലി ഒരു ഭയങ്കര തോട്ടാണ്. കാരണം ഒരു മനുഷ്യന് അമാനുഷികമായ ശക്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വില്ലനാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ലേ? ആ വില്ലനാകാനുള്ള ചാൻസിനെ എത്രമാത്രം ആ ഒരു ഇതുണ്ടെന്നുള്ളത് ഹോംലാൻഡറിലൂടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം എപ്പോഴും ശക്തി വരുന്ന ആൾക്കാർ ഒരിക്കലും നല്ലവനാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ DC ഒരു കോമിക്സ് ഉണ്ട്, അതിനകത്ത് ബാറ്റ്മാൻ എന്ന് പറയുന്ന ആൾക്ക്, ബാറ്റ്മാൻ മനുഷ്യനാണ്. ഈ DC തന്നെ സൂപ്പർ ഹീറോസിൽ ബാറ്റ്മാനാണ് മനുഷ്യനായിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പവറുകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ കാശുമാണ് അദ്ദേഹത്തിനെ വെറൈറ്റി ആയിട്ട് നിർത്തുന്നത്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് പവറുള്ള ആൾക്കാരുണ്ട്. സൂപ്പർമാനുണ്ട്, വണ്ടർ വുമൺ ഉണ്ട്, അതുപോലെ ഗ്രീൻ ലാൻഡർ ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ മാർഷ്യൻ മാൻഹണ്ടർ ഉണ്ട്. ഒരുപാട് പവറുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരെല്ലാം എന്താ പറയുന്നത് വേറെ ഗ്രഹത്തിൽ നിന്നും വേറെ പവർ കിട്ടിയിട്ട് വന്നവരാണ്. ഇവരെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ബാറ്റ്മാൻ്റെ എപ്പോഴും ഒരു തോട്ടാണ്. അപ്പോൾ ബാറ്റ്മാൻ ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബാറ്റ്മാൻ്റെ ഒരു മാൻഷനിൽ ഇവരെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ട്. അതുപോലെ ഭയങ്കര വീക്കായിട്ടുള്ള ആൾ, കാരണം പവർ ഇല്ലെങ്കിൽ വിത്തൗട്ട് പവർ ഹോംലാൻഡറിനെ സിമ്പിളായിട്ട് സാധാരണ ആൾക്കാർക്ക് പോലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹം വിത്തൗട്ട് പവറിൽ 0 ആണ്. കാരണം അദ്ദേഹത്തിന് അതുകൊണ്ട് എനിക്ക് ബോയ് സീരീസിലെ ഫൈനലിൽ കണ്ടപ്പോഴേക്കും വലിയ അത്ഭുതങ്ങളൊന്നും തോന്നിയില്ല. കാരണം ഇത്തിരി കൂടെ എന്താ പറയുന്നത്, ഇത്തിരി കൂടെ നമുക്ക് ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭയങ്കര എന്താ പറയുന്നത് ആ നാട് മൊത്തം ഇളക്കി മറിക്കുന്നതായിട്ടൊക്കെ കാണിക്കായിരുന്നു. കോമിക്സിൽ കാണിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് എന്താ പറയുന്ന വൈറ്റ് ഹൗസൊക്കെ തകർക്കുന്നതൊക്കെയായിട്ടുള്ള രീതിയിലുള്ള സീൻസൊക്കെ കാണിക്കായിരുന്നു. പക്ഷേ ഇത്തിരി കൂടെ സിമ്പിളായിട്ട് അദ്ദേഹത്തെ ഡിഫീറ്റായി കളയുന്ന കാണിച്ചാലും ബേസിക്കലി ഇത് തന്നെയാണ് കാരണം വിത്തൗട്ട് പവർ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. ഒരു ഓടാൻ പോലും മര്യാദയ്ക്ക് അറിയത്തില്ല ഹോംലാൻഡറിന്. അതുകൊണ്ട് തന്നെയാണ് വിത്തൗട്ട് ആ കോമ്പൗണ്ട് ബി ശരീരത്തെ ഡീആക്ടിവേറ്റ് ആകുമ്പോൾ ബുച്ചർ സിമ്പിളായിട്ട് അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്.